സാർ പറഞ്ഞിരുന്നത് മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് സാറും പങ്കുവച്ചിട്ടുള്ളത്. ഇപ്പോഴും പങ്കുവെക്കുന്നത് അതേ പ്രതീക്ഷ തന്നെയാണോ? പിണറായി വീണ്ടും മുഖ്യമന്ത്രിയാവുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പിണറായി മുഖ്യമന്ത്രിയാവുന്നത് മൂന്നാം പിണറായി സർക്കാരിന്റെ കാര്യം എന്താണ് പറഞ്ഞാൽ അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത് അഭിപ്രായ വ്യത്യാസമുണ്ട്. പിണറായി വിജയൻ അങ്ങനെ വിളിച്ച് ആവശ്യപ്പെടുകയാണെങ്കിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുമോ? പിണറായി വിജയൻ വിളിച്ച് ആവശ്യപ്പെടുകയാണെങ്കിൽ അങ്ങ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുമോ? അതായത് അത്രയും ആദരിക്കുന്ന നേതാവല്ലേ? അല്ല, ഇതൊക്കെ നിങ്ങളെ ആവശ്യമില്ലാതെ ചോദിക്കും. ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം ഓരോ ലീഫും മറ്റും വെച്ച് ചോദിക്കുന്നത് മറുപടി. ഞാൻ പറഞ്ഞല്ലോ ലീഫും മറ്റും വെച്ചുള്ള ഒന്നും മറുപടി പറയാൻ പറ്റില്ല. അത് മതി, ആവശ്യം കൂടുതൽ നമ്മൾ സംസാരിച്ചു. ഒരു വിധപ്പെട്ട ജില്ലയുടെ നേതൃത്വം സജി ചെറിയാനാണ്. ഇപ്പോ ജില്ലയുടെ നേതൃത്വം സജി ചെറിയാനാണ്. അദ്ദേഹത്തോട് ഈ വിഷയങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹം എന്തെങ്കിലും ഇടപെടൽ നടത്തിയതായി അദ്ദേഹത്തോട് ഞാനെന്തിനാ സൂചിപ്പിക്കുന്നത്? ഈ സൈബർ ആക്രമണങ്ങളെ സംബന്ധിച്ച് പാർട്ടി അതിന് സജി ചെറിയാനോട് സൈബറിനെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? അദ്ദേഹം തന്നെ ഒരു സൈബറല്ലേ? അറിയത്തില്ല, പിന്നിലാണോ പുറകിലാണോ എന്നൊന്നും എനിക്കറിയില്ല. പ്രസ്ഥാനത്തെ എന്താണാവോ മോശപ്പെടുത്തിയത്? എന്താ മോശപ്പെടുത്തിയതെന്ന് പറ. എന്താ മോശപ്പെടുത്തിയത്? സ്വാഭാവികമല്ല, മോശപ്പെടുത്തിയ ഉദാഹരണം പറ. ഞാൻ പാർട്ടിയെ നിങ്ങൾ അതൊന്നുമല്ല, പാർട്ടിയെ മോശപ്പെടുത്തിയ ഉദാഹരണം പറയാം. അല്ലല്ല നിങ്ങൾ പറഞ്ഞത് പാർട്ടിയെ മോശപ്പെടുത്തിയ നിങ്ങൾ പറഞ്ഞു. എന്താന്ന് ചോദിക്കുന്നു? പാർട്ടിക്ക് എങ്ങനെ മോശം ഉണ്ടാവുന്നു? സ്വന്തം ചിത്രത്തിൽ മത്സരിക്കുന്നത് പാർട്ടിക്ക് എങ്ങനെ മോശം ഉണ്ടാവുന്നു? ഞാൻ പാർട്ടി മെമ്പർ അല്ലല്ലോ. അത് ഇത്രയും നാളും പ്രവർത്തിച്ചത് ആരാണ്? ഔദാര്യമാണ്, എന്റെ സ്വന്തം ഇച്ഛാശക്തിയാണ്. അതെ, പാർട്ടിയായോണ്ടാണല്ലോ മത്സരിച്ചത്. അതെ, പ്രസ്ഥാനത്തിന് നേരെ മത്സരിക്കുന്ന ആര് പറഞ്ഞു? പാർട്ടി ചിഹ്നമില്ല, പാർട്ടി മെമ്പർഷിപ്പ് മാറിയുണ്ട്. അത് വോട്ടെണ്ണൊന്നും പറയാം. ഞാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. വർഗീയതയുമായി ആദ്യം വിട്ടുവെച്ചില്ല. പറഞ്ഞത് അഴിമതിയായിട്ട് വികസനം ഇനി അവശേഷിക്കുന്ന വികസനം കൂടി നടക്കുന്നതാണ്. അപ്പോൾ വികസനം പൂർത്തീകരിക്കുക, വർഗീയത എതിർക്കുക, അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. മതി. ആ ചായ ഉണ്ടല്ലോ, ചായ കൊടുക്കാൻ പറ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.